മഴ തോരും മുൻപേ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നെടുമ്പുഴയിൽ തിരിച്ചെത്തുന്നുണ്ട്. അലീനയുടെ കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അതിനുശേഷം മറുപടി അറിയിക്കാമെന്ന് സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ അത് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സ്റ്റാൻലിക്ക് സ്വന്തം അച്ഛന് അവളെ വേണോ ഇല്ലയോ എന്ന് അറിയട്ടെ, അതിനുശേഷം ഞാൻ തീരുമാനമെടുക്കും. പിന്നെ അവൾക്ക് ഒരച്ഛനെ കാണത്തുള്ളൂ, ഈ ബാലചന്ദ്രൻ. അങ്ങനെ ഒരു തീരുമാനവും ബാലചന്ദ്രൻ എടുത്തിരുന്നു. അപ്പോഴാണ് സ്റ്റാൻലിയുടെ വരവ്. സ്റ്റാൻലി അങ്ങനെ നെടുമുരക്കിലെത്തിയിരിക്കുകയാണ് അലീനയെ തേടി. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാൻലിയെ കാണുമ്പം ആദ്യം ഞെട്ടുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, നിങ്ങൾ അലീനയെ തേടി വരുമെന്ന്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത്ര ദിവസം കാത്തിരുന്നത്. അപ്പം സ്റ്റാൻലി കുറച്ച് ക്ഷമത്തോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഈ ബന്ധത്തിലുണ്ടായ എൻ്റെ മോളെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അവളെ കാണണം, അവളെ കൂട്ടിക്കൊണ്ടു പോകണം. താങ്കൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിച്ചു. സ്വന്തം അച്ഛനല്ലാഞ്ഞിട്ട് പോലും എൻ്റെ മോളെ ഇത്രയും നന്നായിട്ട് നോക്കി ഇത്രയും സംരക്ഷിക്കുന്ന താങ്കൾ പറയുന്ന വാക്ക് എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അതുപോലെ തന്നെ എൻ്റെ മകളെ കാണണം, എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകണം. ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല, എൻ്റെ കൂടെ നിർത്തണം എന്ന് ഞാൻ ചിന്തിച്ചു. ഇത്രയും നാൾ അവളോട് ചെയ്ത പാപത്തിന് ഒരു പരിഹാരം കാണണം എന്നൊക്കെ സ്റ്റാൻലി കുറച്ച് വിഷമത്തോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാൻലി വീട്ടിലേക്ക് അകത്തേക്ക് വിളിച്ച് ഇരുത്തുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ സ്റ്റാൻലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അലീനയെ വിളിക്കാം. അങ്ങനെ മോളെ അലീനെ എന്ന് ബാലചന്ദ്രൻ വിളിക്കുമ്പം അലീന വരികയാണ്. അകത്തുനിന്ന് വരുന്ന കാണുമ്പം സ്റ്റാൻലി ഇങ്ങനെ ആകാംക്ഷയോടെ അലീനയെ നോക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ നേരെ വന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കണം, എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിയുടെ നെഞ്ചൊന്ന് പിടയുന്നുണ്ട്. കാരണം ബാലചന്ദ്രനെ സ്വന്തം അച്ഛനായിട്ട് കാണുന്നതെന്ന് സ്റ്റാൻലിക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ്, മോളൊരു ചായ എടുക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അലീന കയറിപ്പോവാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സ്റ്റാൻലിയുടെ നെഞ്ച് നേർന്നുണ്ട്. അപ്പോൾ പോയി കഴിയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ എന്നെ അച്ഛ എന്നാണ് വിളിക്കുന്നത്, അവൾക്ക് ഞാൻ സ്വന്തം അച്ഛനെ പോലെയാണ്. അപ്പം അത്രയും സുരക്ഷിതയും ഉള്ള ഒരു സ്ഥലത്തേക്കല്ലേ അവളെ ഇനി ഇവിടുന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ. സ്വന്തം അച്ഛന് അവളെ വേണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനന്ന് അവിടെ വന്നത്. താങ്കൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവളെ ഞാൻ തിരിച്ചു തരത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞ് ബാലചന്ദ്രനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങളുടെ വലിയ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീനയാണെങ്കിൽ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ അലീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛനന്ന് മോൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് തിരക്കിപ്പോയില്ലേ, അവിടുത്തെ സാറാണ്. അപ്പം മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കാൻ വന്നതാണെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. എന്നിട്ട് ദയനീയമായി സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ അതേപോലെ അലീനയെ നോക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയതിന് ശേഷം ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛാ എനിക്ക് അയാളെ കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നില്ല, ഞാൻ അങ്ങോട്ട് പോകണോ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. പോകണം, മോൾക്ക് ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാനുള്ള സ്ഥലം അവിടെ തന്നെയാണ്. ഇവിടെ നിറങ്ങിയാൽ നീ എങ്ങോട്ടെന്നുള്ള ഒരു ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അയാളെന്ന് പറയുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ മുറിയിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എന്നെ കാണണമെന്ന് പറഞ്ഞ് എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് വന്ന ആളുണ്ടല്ലോ, അതാരാന്നറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാച്ചാ? അച്ഛൻ്റെ കൂട്ടുകാരനല്ലേ, എന്നെ ആ വീട്ടിലേക്കല്ലേ അച്ഛൻ പറഞ്ഞു വിടാനായിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരനൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ 2 ദിവസത്തെ അടുപ്പം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ്. ഞാനന്ന് യാത്ര പോയപ്പോഴാണ് ഈ ആളെ കാണുന്നത്, എൻ്റെ കൂട്ടുകാരനൊന്നുമല്ല, മോളെ അങ്ങോട്ട് നിർത്താവോ എന്ന് ഇയാളുടെ ഞാൻ ചോദിച്ചേ എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛനല്ലേ പറഞ്ഞത് ഈ അടുത്ത് നിന്നാൽ ഞാൻ സേഫായിരിക്കുമെന്ന്, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിരിക്കും, എനിക്ക് അങ്ങോട്ട് പോകുന്നതിന് ഒരു മടിയില്ല എന്ന് പറയാണ്. എന്തായാലും ഞാൻ പോയി കഴിയുമ്പം ഇവിടെ മാഡം തിരിച്ചു വരുമല്ലോ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമല്ലോ, അത് മാത്രം മതിയെന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയണം, മോളെ അതാരാന്നറിയാവോ, അയാളുടെ പേരെന്തോന്ന് മോക്കറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ വെച്ചാൽ അതാണ് സ്റ്റാൻലി ജോസഫ്. അപ്പം അലീനയ്ക്കൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുകയാണ്. അതാണ് സ്റ്റാൻലി ജോസഫ്, മോടെ അച്ഛൻ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ് അലീന. എൻ്റെ അച്ഛനോ, ആര് പറഞ്ഞ് അതാ അച്ഛൻ എന്ന് അലീന ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. അത് അന്ന് ഞാൻ പോയത് ഓർമ്മയുണ്ടോ, ഇവിടുന്ന് നേരെ പോയത് ഗംഗാധര അങ്കിളിൻ്റെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് മോളുടെ അച്ഛൻ്റെ ഡീറ്റെയിലൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പുനലൂരെത്തി. അവിടെ നിന്ന് അവരെ തറവാട്ട് വീട്ടിൽ നിന്ന് കുളത്തൂപ്പുഴയിലേക്ക്
നിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കുള്ള അഡ്രസ്സ് കണ്ടെത്തി. അതിനുശേഷം ഞാൻ അവിടെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിങ്ങിപ്പൊട്ടുവാണ് അലീന. അപ്പം അലീനയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരയുമ്പോൾ ബാലചന്ദ്രൻ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. മോൾ എന്തിനാ കരയുന്നത്? സ്വന്തം അച്ഛനെ കണ്ടെത്തിയില്ലേ, പിന്നെ എന്തിനാ മോളിങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അയാൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു മകളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാര്യം അയാൾക്ക് അറിയത്തില്ലായിരുന്നു. വൈജയെ പോലെ തന്നെ മോളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു 2 ദിവസത്തെ ആലോചിക്കാൻ സമയം വേണമെന്ന്. കാരണം അദ്ദേഹത്തിനും കുടുംബവും കുട്ടികളൊക്കെ കാണുമല്ലോ. അപ്പം അതുകൊണ്ട് 2 ദിവസത്തെ ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മോൾക്ക് ഇത്രയും ദിവസം ഞാൻ പറയാതിരുന്നത്. ഇപ്പോൾ അയാൾ മോളെ തിരക്കി വന്ന് മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി മോൾ ആ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ബാലചന്ദ്രൻ അലീനയെടുത്ത് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ പൊട്ടിക്കരഞ്ഞിട്ട് ബാലചന്ദ്രനെ കെട്ടിപ്പിടിക്കണം. അച്ഛൻ എന്തിനാ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് അച്ഛ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്. ബാലചന്ദ്രൻ പറയാണ്, നീ എന്നെ അച്ഛനായിട്ടല്ലേ കണ്ടിട്ടുള്ളത്, ഞാൻ നിന്നെ മോളായിട്ടോ കണ്ടിട്ടുള്ളത്. അങ്ങനെ മോളെ ഇവിടുന്ന് ഇറക്കി വിടുമ്പം ഞാൻ അവൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം തന്നെ കണ്ടെത്തി കൊടുക്കണ്ടേ. അപ്പോൾ എനിക്ക് തോന്നിയത് നിനക്ക് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാൻ പറ്റിയ സ്ഥലം അവിടെയാണെന്ന്. അതാണ് നിൻ്റെ അച്ഛനെ തന്നെ തേടി പിടിച്ചതെന്ന് ബാലചന്ദ്രൻ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ അലീന ആ വീടിൻ്റെ പടിയിറങ്ങാൻ പോവുകയാണ്. അപ്പം ഇറങ്ങുന്നതിന് മുമ്പ് അലീന പറഞ്ഞ ഒരേ ഒരു കാര്യം, വൈജയെ ഒന്നും കൂടെ കാണണം, കൊല്ലപ്പള്ളിയിൽ പോയി വൈജയെ ഒന്നും കൂടെ കാണണമെന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്രൻ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബാലചന്ദ്രന് അതൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അലീന തന്നെ വിട്ടു പോകുന്ന കാര്യം ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അലീന പോകുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ബാലചന്ദ്രനും സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി അലീന പോകുന്നതിന് യാത്ര പറയുകയാണ്. അതിനുശേഷം വന്ന് രോഹിത്തിനോടും യാത്ര പറയുന്നുണ്ട്. ബബിതയെടുത്തും വിളിച്ച് യാത്രയൊക്കെ പറയുന്നുണ്ട്. മോള് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കണം, ഞാനില്ലാത്ത കുറവ് ഇവർക്ക് വരുത്തല്ലേ, നീ എല്ലാം മുന്നിൽ നിന്ന് തന്നെ നടത്തണം എന്നൊക്കെ ബബിതയെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അലീന യാത്ര പറഞ്ഞിറങ്ങുവാണ്. അപ്പോഴത്തേക്ക് ബബിത ഓടി കിച്ചണിൽ പോയി നിന്ന് പൊട്ടിക്കരയാണ്. ബബിതയ്ക്കാണെങ്കിൽ അലീന പോകുന്ന കാര്യം സഹിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് കൃഷ്ണമോളും അതേ അവസ്ഥയാണ്. എല്ലാവരും ഭയങ്കര കരയാണ്. രോഗത്തിനും നല്ല വിഷമമുണ്ട്. അങ്ങനെ അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കൊല്ലപ്പള്ളി വരികയാണ്. കൊല്ലപ്പള്ളിയിൽ വന്നിട്ട് ഉടനെ മുത്തശ്ശിയെ കാണുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ അലീനയോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. മോളെ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ മോളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഭയങ്കര കരച്ചിൽ. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവുക മുത്തശ്ശി, മാഡം തിരിച്ചു വരാൻ വേണ്ടി, ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്നും പറഞ്ഞാണ് അലീന അവിടുന്ന് ഇറങ്ങുന്നത്. ഇതൊക്കെ മുത്തശ്ശിക്ക് നല്ല സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തം കൊച്ചുമോളാണെന്ന് ഇപ്പം അറിയാലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം നേരെ കാണാൻ പോകുന്നത് വൈജയാണ്. അപ്പോൾ വൈജയുടെ ഡോറിൽ ചെന്ന് തട്ടുമ്പോൾ വൈജ ഡോറ് തുറക്കുന്നുണ്ട്. നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. നിന്നെ ഒന്ന് കാണാതിരിക്കുകയായിരുന്നെന്ന് വൈജ പറയാണ്. അപ്പം അലീന അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ഞാൻ അവിടുന്ന് പോവുകയാണ്, ഞാൻ ഇനി അവിടെ നിൽക്കുന്നില്ല, ഇന്ന് തന്നെ പോവുകയാണെന്ന് പറയാണ്. അപ്പം വൈജ പറയാണ്, നിന്നെ ഒന്ന് കാണാതിരുന്നതാണ്, ഇത്രയും നാൾ കള്ളക്കഥ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കൂടെ അവിടെ അങ്ങ് താമസിച്ച് ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി 2 പേരും കൂടെ ആലോചിച്ചെടുത്ത കള്ളക്കഥ അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അന്നേ ഞാൻ പറഞ്ഞായിരുന്നു എല്ലായിടത്തും നീ ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന്. പക്ഷെ ആരും വിശ്വസിച്ചില്ല, എല്ലാവരും നിങ്ങളെ വിശ്വസിച്ച്. അതിനെന്താ, ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിനക്ക് നാണം ഇല്ലേ, കള്ളം പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കൂടെ നിൽക്കാൻ നിനക്ക് നാണം ഇല്ലേ? സ്വന്തം ഭാര്യ അടിച്ചിറക്കേണ്ട അവസ്ഥയുണ്ടായി, എന്നിട്ട് പോലും നീ കള്ളം പറഞ്ഞ് അയാളുടെ കൂടെ നിന്ന്, നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അലീനെ വിഷമിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതിനൊക്കെ അനുഭവിക്കും, ഇതെൻ്റെ ശാപമാണെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ വൈജ അലീനയെ പറയുന്നുണ്ട്. മാത്രമല്ല ബാലചന്ദ്രനെയും അലീനയും കൂടെ തെറ്റായ രീതിയിൽ അലീനയെടുത്ത് വൈജ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, മാഡം അങ്ങനൊന്നും പറയല്ലേ, അച്ഛൻ എനിക്കെൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ്, അങ്ങനൊന്നും അച്ഛനെക്കുറിച്ച് പറയല്ലേ എന്ന് പറയാണ്. നിനക്ക് സ്വന്തം അച്ഛനാണെന്നും പറഞ്ഞ് അയാളുടെ കൂടെ അവിടെ താമസിക്കാമല്ലോ. ഇതൊക്കെ കേട്ട് അവസാനം അലീന പൊട്ടിത്തെറിക്കുകയാണ്. മാഡം ഒരു 22 വർഷത്തിന് മുമ്പ് ഒരു ജീവിതം ജീവിച്ചായിരുന്നല്ലോ ആഗ്രയിൽ വെച്ച്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അത്ര നേരം പൊട്ടിത്തെറിച്ച് നിന്ന വൈജ പെട്ടെന്നങ്ങ് മിണ്ടാതിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ 22 വർഷത്തിന് മുമ്പ് ആഗ്രയിൽ ഒരു ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ചത്, അത് മറന്നോന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അന്നത്തെ ജീവിതമൊക്കെ നിങ്ങൾ മറന്നു കാണും, പക്ഷേ എനിക്കങ്ങനെ മറക്കാൻ പറ്റത്തില്ല, അന്ന് നിങ്ങൾ ജീവിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഞാനെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ അലീന കരയുകയാണ്. ഇതൊക്കെ കേട്ട് വൈജ ഞെട്ടി നിൽക്കുകയാണ്. മാഡം എൻ്റെ അമ്മയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വൈജ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇനി എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. ഇനി എൻ്റെ അച്ഛനെ ഇങ്ങനെ അപമാനിക്കുന്നത് എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ് അലീന. അതിനുശേഷം ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാനിവിടെ നിൽക്കുന്നില്ലേ മാഡത്തിന് ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ പോവുകയെന്നും പറഞ്ഞ് പോവുകയാണ്. വായിച്ചാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ഒന്നും ചെയ്യാൻ വയ്യാതെ ഇങ്ങനെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അലീന അവിടെ നിന്ന് ഇറങ്ങി നേരെ വരുന്നത് നമ്മുടെ മനുവിൻ്റെ അടുത്താണ്. അങ്ങനെ മനുവിനോടും യാത്ര പറയുന്നുണ്ട്. മനു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അലീന വൈജിയോട് പൊട്ടിത്തെറിച്ച് ആ പടി ഇറങ്ങുകയാണ്. ഇതൊക്കെ കണ്ട് കേട്ട് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ് വൈജ.